നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫോർമുലയുടെ ഒരു പ്രാക്ടിക്കൽ കേസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഫോർമുല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അതിൻ്റെ ഓരോ പ്രാക്ടിക്കൽ കേസസ് നമ്മൾ പഠിക്കാൻ പോകാം. നമ്മളെപ്പോഴും തിയറിയാണ് പഠിക്കാറ്. പക്ഷേ നമ്മളെപ്പോഴും തിയറി നമുക്കറിയാം, പക്ഷേ അത് നമ്മുടെ വർക്കിലേക്ക് എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാമെന്ന് അറിയത്തില്ല. പലപ്പോഴും നമുക്ക് പല ഇക്വേഷൻസും ഫോർമുലാസും നന്നായിട്ട് അറിയാം, പക്ഷേ അത് നമ്മുടെ വർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റക്ക് ആകാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പമുള്ള കുറച്ച് 2-3 കേസസ് ഇനി തൊട്ടുള്ള ക്ലാസ്സുകളിൽ ആഡ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫോർമുലയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ച ഈ ഫോർമുല, ഇതിനകത്ത് നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റയുണ്ട്. ഇതിനകത്ത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡേറ്റയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു പ്രോഡക്റ്റ് 50,000 കൂടുതൽ, 50,000 അവർക്ക് ടാർഗറ്റ്. 50,000 മുകളിൽ അവർ സെയിൽ ചെയ്യണം. അങ്ങനെ 50,000 മുകളിൽ സെയിൽ ചെയ്ത് അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ കേസ്. ഈ കേസിൽ നമ്മൾ എങ്ങനെ ഇൻസെൻറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യും എന്നതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അപ്പം എംപ്ലോയീസ് ഉണ്ട് ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ അവരുടെ സെയിൽ റിപ്പോർട്ടുണ്ട്. അതായത് അവർ എത്ര ആ മാസം സെയിൽ ചെയ്തു എന്നുള്ള പ്രോഡക്റ്റിൻ്റെ സെയിൽ റിപ്പോർട്ടുണ്ട്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻസെൻറ്റീവാണ്. 50,000 മുകളിലുള്ളവർക്ക് 2,000 രൂപയാണ് ഇൻസെൻറ്റീവ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പോകുന്നത്? ഇസ് ഈക്വൽ ടു ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് നമ്മുടെ എംപ്ലോയിയുടെ സെയിൽ, ആ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ, ആ സെയിൽ ഈസ് ഗ്രേറ്റർ ദാൻ 50,000. 50,000 ആണല്ലോ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. 50,000 കോമ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? 2,000 രൂപ കൊടുക്കും. കോമ 2,000 കോമ 0 ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ അടിക്കുന്നു. അപ്പം 50,000 കൂടുതലാണ് ഫസ്റ്റ് കേസ്. രവി എന്ന് പറഞ്ഞ എംപ്ലോയിയുടെ സെയിൽ എന്ന് പറയുന്നത്. സോ അയാൾക്ക് 2,000 രൂപ ഇൻസെൻറ്റീവ് കിട്ടി. താഴത്തേക്ക് നമ്മൾ ഇക്വേഷൻ ഡ്രാഗ് ചെയ്യുന്നു. ചെയ്യുമ്പോൾ നമുക്ക് കാണാം, 35,000 ഉള്ള ആൾക്ക് ഇൻസെൻറ്റീവ് ഇല്ല. 50,000, 50 ഉണ്ടെങ്കിലും ഇല്ല, 50ന് മുകളിൽ വേണം. 25,000 ഉള്ള ഇൻസെൻറ്റീവ് ഇല്ല. 74,000-നും 80,000-നും ഇൻസെൻറ്റീവ് ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഫിഗറുകൾ മാറ്റി കൊടുക്കാം. നമുക്കിതൊരു ടെംപ്ലേറ്റായിട്ട് യൂസ് ചെയ്യാം. നാളെ ഒരിക്കലും നമുക്ക് അടുത്ത മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ടെംപ്ലേറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ ഒരു എംപ്ലോയി പറഞ്ഞത്, സാറേ ഞാൻ 50,000 രൂപ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്, 50,000 സെയിൽ ചെയ്തിട്ടുണ്ട്, എന്നെയും കൂടി പരിഗണിക്കാമോ? അപ്പോൾ എംപ്ലോയർ ഓർത്തു, എന്നാൽ ശരിയായി, ഇവനെയും കൂടി പരിഗണിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ മാറ്റം വരുത്താം. എന്താണ്? ഗ്രേറ്റർ ദാനിൻ്റെ അവിടെ ഒരു ഈക്വൽറ്റും കൂടി ഇട്ടാൽ മതി. അപ്പോൾ എന്നാ 50 എത്തിയെങ്കിലും 2,000 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. അപ്പം ഇനി ഇത് നമ്മളൊരു ബേസിക് ഇൻസെൻറ്റീവിൻ്റെ ഫിഗർ 2,000 ആക്കിയതാണ്. ഇനി അവിടെ 3,000 4,000 ഡിപ്പെൻസ്. 50,000 അവിടെ 50,000 അവിടെ നമുക്ക് ഫിഗർ മാറ്റാം. അല്ലെങ്കിൽ 2,000 അവിടുത്തെ ഫിഗർ മാറ്റി നമുക്ക് ബാക്കി കാൽക്കുലേഷൻ ചെയ്യാം. ക്ലാസ്